ക്രിസ്മസ് നിറവിൽ ലോകം. ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ. തിരുപ്പിറവി ആഘോഷമാക്കി വിശ്വാസികൾ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് ക്രിസ്തുമസ് വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷമാക്കുന്ന തിരക്കിലാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ചാണ് ഓരോ വിശ്വാസിയും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്മസ് രാവിലേക്കായി വലിയ ഒരുക്കങ്ങളാണ് ദേവാലയങ്ങളിൽ നടത്തിയിരുന്നത്. പള്ളിയങ്കണങ്ങളിൽ അഴകായി നക്ഷത്രവിളക്കുകളും അലങ്കാര ബൾബുകളും ക്രിസ്മസ് മരങ്ങളും ഇടം പിടിച്ചു. ക്രിസ്മസ് പാപ്പയും പുൽക്കൂടും കൗതുക കാഴ്ചകളായി. ജില്ലയിലുള്ള പ്രധാനപ്പെട്ട പള്ളികളിലടക്കം പാതിരാ കുർബാനയർപ്പിച്ചു. പാതിരാ കുർബാന ഉൾപ്പെടെയുള്ള പ്രത്യേക ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഒത്തുചേർന്നു. രാത്രി മുഴുവൻ ക്രിസ്മസ് രാവിന്റെ ആഘോഷങ്ങളുണ്ടായി. പ്രദക്ഷിണവും കുർബാനയും മറ്റ് ആഘോഷ പരിപാടികളും ദേവാലയങ്ങളിലും പള്ളി അങ്കണങ്ങളിലുമായി നടന്നു. (11:30) തിരുപ്പിറവി. കാലിത്തൊഴുത്തിലേക്ക് വഴികാട്ടിയ നക്ഷത്രവും ആടുമാടുകളും കഴുതയും ഒട്ടകവുമൊക്കെയായി ഒരുങ്ങിയ പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയേശുവിന്റെ രൂപം കൂടി വെച്ചതോടെ ഓരോ വിശ്വാസ ഹൃദയങ്ങളിലും ഉണ്ണിയേശു പിറന്നു വീണു. സ്നേഹത്തിന്റെ പ്രതീകമായ ദൈവപുത്രന്റെ തിരുപ്പിറവിയുടെയും ഓർമ്മകൾ പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നത്. നെന്മാറ ക്രിസ്തുരാജ ദേവാലയത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടന്നു. തിരുപ്പിറവി ആഘോഷമായി ഉണ്ണിയേശുവുമായുള്ള പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ അഡ്വക്കേറ്റ് റെജി മാത്യു പെരുമ്പള്ളിൽ കാർമ്മികത്വം വഹിച്ച വിശുദ്ധ കുർബാനയിൽ തിരുപ്പിറവി സന്ദേശവും നൽകി. ദൈവം മനുഷ്യനെ സന്ദർശിക്കാനായിട്ട് കടന്നു വരുന്നതാണല്ലോ ഓരോ ജനനവും. ദൈവം മനുഷ്യനെ സന്ദർശിക്കാനായിട്ട് കടന്നു വരുന്ന അവസരങ്ങളാണ് ഓരോ ജനനവും. എൻ്റെ ജനനവും നമ്മുടെ ഓരോരുത്തരുടെയും ജനനവും ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിൻ്റെ വെളിപ്പെടുത്തലാണ്, പ്രത്യക്ഷീകരണങ്ങളാണ്. അതേസമയം ദൈവം തന്നെ സത്യദൈവവും സത്യമനുഷ്യനുമായ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോയുടെ തിരുജനനം ദൈവം ഈ ഭൂമിയിൽ ആയിരിക്കുന്നതിൻ്റെ വലിയ പ്രത്യക്ഷീകരണമാണ്. അതിനാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം നമുക്കെല്ലാവർക്കും പ്രത്യേകത ഉള്ളതായിരിക്കുന്നു.
ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്നുള്ള ആ ഒരു തിരുവചനം, ആ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഉണ്ണീശോ ഈ ഭൂമിയിൽ ജാതനാകുന്നത്. വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോയുടെ ജനനത്തിലൂടെ ലോകം ദർശിച്ചത്. അബ്രാഹത്തിനും പിൻതലമുറയ്ക്കും പിതാവായ ദൈവം നൽകിയ വാഗ്ദാനം 100% പ്രാവർത്തികമാക്കിക്കൊണ്ട് സഫലമാക്കിക്കൊണ്ട് ദൈവം മനുഷ്യരിൽ ഇടപെടുകയാണ്. മനുഷ്യൻ ഒരിക്കലും നശിച്ചു പോകരുത് എന്ന് ദൈവത്തിൻ്റെ ആർദ്രമായ സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ വഴികളിൽ അവിടുന്ന് ചിന്തിക്കുകയും നമുക്ക് വേണ്ടി ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കാലത്തിൻ്റെ പൂർത്തിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചപ്പോൾ ഈ ഒരു വാഗ്ദാനം ചരിത്രത്തിൽ സംഭവ്യമാവുകയായിരുന്നു. പുൽക്കൂട്, കരോൾ ഗാനം, സമ്മാന നറുക്കെടുപ്പ് തുടങ്ങിയ പരിപാടികളും നടന്നു. രാത്രി 11:30 തുടങ്ങിയ ആഘോഷ പരിപാടികളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വടക്കഞ്ചേരി ലൂർദുമാത ഫെറോന പള്ളിയിലെ തിരുപ്പിറവി ശുശ്രൂഷ കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ കൊള്ളന്നൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്തുമസിന്റെ പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികൾ പങ്കുകൊണ്ടു. സത്രത്തിന്റെ കാവൽക്കാരിയായിട്ട് കുന്തവും പിടിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ ഗാംഭീര്യത്തോടു കൂടി ആ സത്രത്തിന്റെ കാവൽക്കാരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങ് അകലെ നിന്നും യൗസേപ്പ് പിതാവും മാതാവും ഇങ്ങനെ നടന്ന് അവളുടെ അടുത്തെത്തിയിട്ട് ഇവിടെ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പഠിച്ചു വെച്ച വാക്യം അവൾ വീണ്ടും ഒന്ന് ഉരിയാടുന്നു. ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ മറ്റൊരിടം അന്വേഷിക്കുവിൻ. അങ്ങനെ അന്വേഷിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ യാത്രയാക്കി സ്റ്റേജിന്റെ അറ്റത്ത് അവർ എത്തിയപ്പോഴേക്കും വല്ലാത്ത ഒരു കുറ്റബോധം ഇവയിൽ ഉണർന്നുകൊണ്ട് ഇവ ഓടിച്ചെന്ന് വിളിച്ചു, ഇവിടെ സ്ഥലമുണ്ട്, നിങ്ങൾ മാതാവ് യോസേപ്പ് പിതാവുമല്ലേ, നിങ്ങൾ അങ്ങനെ ഇവിടുന്ന് പോകരുത്, നിങ്ങൾ എന്റെ യേശുവിന്റെ അപ്പനും അമ്മയുമായ മാതാവും യോസേപ്പ് പിതാവുമാണ്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം, ഇവിടെ സത്രത്തിൽ ഇടമുണ്ട്, ഞാൻ കള്ളം പറഞ്ഞാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ താമസിക്കണം, പ്ലീസ് നിങ്ങൾ ഇവിടെ താമസിക്കണം, ഞാൻ നുണ പറഞ്ഞത് ഞാൻ മാപ്പ് ചോദിക്കുന്നു, സോറി എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ച് അവരെ രണ്ടുപേരെയും വിളിച്ച് ഈ സത്രത്തിനുള്ളിലേക്ക് കയറ്റുകയാണ്. കഥയുടെ ഗതി മാറി. പരാജയം കാണാത്ത ദിമിത്രി കലിപ്പ് കൊണ്ടുകൊണ്ട് അവന്റെ കസാരയിൽ നിന്നും ചാടി തുടക്കൊരു ഇടി പിടിച്ച് അവൻ എഴുന്നേറ്റ് നിന്ന് അവന്റെ സകല രൗദ്രഭാവത്തോടെ കൂടെ നിൽക്കുമ്പോൾ സ്റ്റേജിന്റെ ഒരറ്റത്ത് നിന്നും കയ്യടി പൊട്ടിത്തുടങ്ങി. മേയറടക്കം സകലരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ട് ആ കുട്ടിയുടെ കഥയുടെ ഗതിമാറ്റത്തെ അവര് കൈയടിച്ച് അവര് സ്വീകരിക്കുകയാണ്. യേശുവിന്റെ മുൻപിൽ നിന്നും കുന്തം എടുത്തു മാറ്റി ഈശോയോട്, മാതാവിനോടും യോസേപ്പ് പിതാവിനോടും ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ പറഞ്ഞ ആ തിരക്കഥ പിന്നീട് അവര് കണ്ടിന്യൂ ചെയ്തില്ല. അതോടുകൂടെ ആ നാടകത്തിന് തിരശീല വീട് ദിമിത്രിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കയ്യല് ലഭിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നാടകം അസുലഭമായ വിജയം കൈവരിക്കുകയാണ്. ടൗണിൽ തിരുപ്രദക്ഷിണവും ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിക്കുന്ന തിരുകർമ്മങ്ങളുമുണ്ടായി. വന്ദനമരുളാൻ വന്നിടുവിൻ
ഫാദർ ആൽബിൻ വെട്ടിക്കാട്, ഫാദർ ബെനഡിക്ട് വടക്കേക്കര എന്നിവർ സഹകാർമ്മികരായിരുന്നു. ലോകരക്ഷകന്റെ എളിയ പിറവി വാക്കുകളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന കരോൾ ഗാനം ദേവാലയത്തിൽ ഉയർന്നുകേട്ടു. UTV ന്യൂസ്, പാലക്കാട്.